ഹലോ ഗേയ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളെല്ലാം കൂടെ ഒരു ആറ് കാണാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നേരെ ഒരു വഴിയുണ്ട്, അത് കുറച്ച് ചുറ്റായതുകൊണ്ട് ഞങ്ങൾ ഈ റബ്ബറൊക്കെ ചാടി പോകാമെന്ന് വിചാരിച്ച് നല്ല കാടുണ്ട്, അങ്ങനെ പോവുകയാണ്. ഇന്ന് ഞാനും അമ്മയും പൊന്നൂട്ടിയും കൂടെ കമുകഞ്ചേരിയിലുള്ള വല്യമ്മച്ചിയുടെ വീട്ടിൽ ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 6:30 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും ടയറിൽ എയർ കുറവായിട്ട് കാണിച്ചു. ആ സമയത്താണെങ്കിൽ ടയർ കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ 8 മണിക്ക് ടയർ കട തുറക്കുന്നവരെ വെയിറ്റ് ചെയ്ത് പോയിട്ട് എയർ അടിച്ചപ്പോഴത്തേക്കിനും ഹൈ പ്രഷർ കാണിച്ച് അത് പിന്നെ ഒരുവിധം അങ്ങ് ആലഞ്ചേരി വരെ എത്തിച്ച് അവിടുന്ന് പിന്നെ നോർമലാക്കിയൊക്കെ ഇങ്ങനെ എത്തിയപ്പോഴത്തേക്കിനും നല്ല സമയമായിരുന്നു. അമ്മ അമ്പലത്തിൽ പോയി, ഞാൻ പോയില്ല. അമ്മയും പൊന്നൂട്ടിയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിനിമാ നടി അനുശ്രീയുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പം അവളെയും കൂടെ കാണാമെന്നൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത്. പക്ഷേ കാണാൻ പറ്റിയില്ല, ഒന്നും നടന്നില്ല. വന്നപ്പോഴത്തേക്കിനും വല്യമ്മച്ചി എല്ലാം ആക്കി കേട്ടോ. സദ്യയാണ് നമ്മുടെ അടിപൊളിയായിട്ട് പായസമൊക്കെ വെച്ച് നല്ല പ്രഥമനൊക്കെ വെച്ച്, പ്രഥമ മാമനാണ് വെച്ചത്, എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പണ്ട് ചേച്ചിയുടെ കല്യാണത്തിന് വരുമ്പോഴത്തേക്കിനും ഈ ആറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ് എങ്കിൽ നമുക്കൊന്ന് ആറ് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ കുട്ടികളാരും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ പോവുകയാണ്. നല്ല വെള്ളം കയറി കിടക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ, നല്ല വെള്ളം കയറി കിടക്കുവാണ്. പണ്ട് ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു. അപ്പം മഴ പെയ്യുവാണെങ്കിൽ ഈ റബ്ബറിൻ തോട്ടം എല്ലാം മുങ്ങുമെന്നാണ് പറഞ്ഞത് ചേച്ചി. അങ്ങ് ആ ദൂരെ കാണുന്ന ആ സ്ഥലത്ത് പണ്ട് പാറയായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ പാറയൊന്നുമില്ല, അത് മൊത്തം വെള്ളം കയറി കിടക്കുവാണ്. ഇന്നലെ മെനങ്ങാന്നൊക്കെ നല്ല മഴയായിരുന്നു, അതാണ് ഇത്രയും വെള്ളം. ഞങ്ങൾ വിചാരിച്ച ആറ്റിലൊന്ന് ഇറങ്ങാം എന്നൊക്കെ കരുതി ഭയങ്കര പ്ലാനിങ്ങിലൊക്കെ പോയതാണ്. കാരണം പണ്ട് ചേച്ചിയുടെ കല്യാണ സമയത്ത് വരുമ്പം ആറ്റിലൊക്കെ ഇറങ്ങി കളിച്ചിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ആറ്റിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു 7 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ് വിരുന്നിന് വന്നതാണ്. അന്നും ഒരു ഉത്സവത്തിനാണ് വന്നത്. ഈ സെയിം ഉത്സവത്തിന് തന്നെയായിരുന്നു അന്നും വന്നത്. 7 വർഷമായിട്ടുണ്ട് ഞാനിങ്ങോട്ട് വന്നിട്ട്. പിന്നെ വന്നത് പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ കല്യാണം പറയാൻ വന്നിരുന്നു. അത് പക്ഷേ വന്ന് കല്യാണം പറഞ്ഞ് അങ്ങ് പോയി. അങ്ങനെ കുറേ നാളുകൂടിയാണ് ഇങ്ങോട്ടൊക്കെ വന്നത്. ഇവിടെ പൊന്നൂട്ടിക്ക് നന്ദുകുഞ്ഞാവയ്ക്കൊക്കെ ഭയങ്കര അത്ഭുതം. അങ്ങനെ ആറും തോടും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങ് വന്നു കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വന്ന് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് വെഞ്ഞാറമൂട്ടിൽ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. കാരണം ഇവിടെ വെള്ളമില്ല, ഒട്ടും വെള്ളമില്ല. ഇനി ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാനുള്ള വെള്ളം ഇവിടെ ഇല്ല. അങ്ങനെ ഫുള്ള് സാധനങ്ങളൊക്കെ വാരിക്കെട്ടി പോവാണ്. ഒരാഴ്ച നിന്നാലും 2 ആഴ്ച നിന്നാലും ഒരു ലോഡ് സാധനം കാണും. എൻ്റെയും അമ്മയുടെയും പൊന്നൂട്ടിയുടെയും. അമ്മയുടെ അതിനകത്ത് വളരെ കുറവാണ്, ഒരു ബാഗിലെങ്ങാനും മറ്റേ കാണത്തുള്ള അമ്മയുടെ സാധനങ്ങൾ. ബാക്കി മൊത്തം പൊന്നൂട്ടിക്ക് കഴിക്കുന്ന സാധനങ്ങൾ, പൊന്നൂട്ടിയുടെ ഡ്രസ്സ്, വീട്ടിൽ ഇടുന്ന ഡ്രസ്സ്, നല്ല ഡ്രസ്സ്, എൻ്റേത്, അങ്ങനെ എല്ലാമായിട്ട് പോവുകയാണ്. വണ്ടി ഫുള്ള് പൊടി ഇടിച്ച് കിടക്കുവാണ്, ഫുൾ അഴുക്കാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം കഴുകാൻ. ഇവിടെ ഒട്ടും വെള്ളമില്ല. അതുകൊണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ടൊന്ന് സർവീസിന് കൊടുക്കുമോ. ഞാൻ സാധാരണ സർവീസിന് കൊടുക്കാറില്ല, ഞാൻ തന്നെയാണ് പമ്പ് വെച്ച് കഴുകുന്നത്. കഴുകണം. അങ്ങനെ നമ്മുടെ വീട്ടിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇനി എത്ര ദിവസമായാലും ഒരു ദിവസമായാലും ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വെഞ്ഞാറമൂട്ടിലോട്ട് പോകാൻ തോന്നില്ല, അങ്ങനെ ഒരു ഇതാണ്. അങ്ങനെ ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചിങ്ങ് കാരേറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സിഗ്നൽ വളരെ എന്ന് വെച്ചാൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നവർക്കാണ് അതിൻ്റെ പാട്. ഞാൻ അമ്പലമുക്ക് ഭാഗത്തുനിന്ന് വന്ന് കാരേറ്റോട്ട് പോകാൻ നേരത്തെ എനിക്ക് ഒരു ആക്സിഡൻറ്റിൽ നിന്ന് ഞാൻ ജസ്റ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അത്ര ഇതാണ്. ഇവിടുത്തെ സിഗ്നലേ ഇല്ല. ഇവിടെ 4 റോഡ് വന്ന് ചേരുന്നിടത്ത് ഒരു സിഗ്നൽ ഇല്ലെങ്കിൽ അത് എന്ത് ഡേഞ്ചറാണെന്നൊന്ന് ആലോചിച്ച് വയ്ക്കണം. സിഗ്നൽ എത്ര നാളായെന്നറിയുമോ, മാസങ്ങളായി ഇവിടുത്തെ സിഗ്നൽ പോയിട്ട്. ഇത് മാത്രം ആരും കാണുന്നില്ലെന്ന് എനിക്കറിയാൻ വയ്യ. ഇവിടെ കേരള സ്റ്റേറ്റിൻ്റെ 1ഉം 2ഉം ഒക്കെ ഡെയിലി പോണ റോഡാണ്. അവർക്കത് വിഷയമില്ലല്ലോ. അവർക്ക് ഫ്രണ്ടിൽ പോലീസ് ജീപ്പ്, ബാക്കിൽ പോലീസ് ജീപ്പ്. അതിങ്ങനെ ഇനി എന്തിന് ആംബുലൻസിൽ ഒരു രോഗിയെ കൊണ്ട് പോയാലും അവർക്ക് നമ്മൾ വഴി മാറി കൊടുത്തേ പറ്റും. അമ്മാതിരി സ്പീഡിലാണ് അവർ പോണത്. സാധാരണക്കാർക്കല്ലേ ഈ പ്രശ്നമുള്ളൂ. അത്ര ബുദ്ധിമുട്ടാണ് ഈ കാരേറ്റത്തെ സിഗ്നൽ അവർ ശരിയാക്കാത്തത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഡെയിലി പത്രത്തിലും ഇതിനെപ്പറ്റിയുള്ള ന്യൂസ് ഞാൻ വായിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല. 1-2 ദിവസങ്ങളിൽ ഞങ്ങൾ പാസ് ചെയ്ത് പോയപ്പം ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പം പിന്നെയും സിഗ്നൽ ഓഫാണ്. ഇതിപ്പോൾ വീഡിയോഗ്രാഫർ പൊന്നൂട്ടിയാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കുക. പൊന്നൂട്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. പൊന്നൂട്ടിയാണ് കൂടുതലും എടുക്കുന്നത്. ഇപ്പം നമ്മൾ കാരേറ്റ് കഴിഞ്ഞ് മാവനാപുരം എത്താറായി. അമ്മ ഇറങ്ങി ഗേറ്റ് തുറക്കണം. അമ്മ വീട്ടിൽ നിന്ന വേഷത്തിലാണ് കേട്ടോ ഇങ്ങനെ വന്നത്. മിക്കവാറും അങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് പോണ വഴിക്ക് വേറെ അങ്ങും കയറണ്ട, അങ്ങ് വീടുകളിലോ ഒന്നും കയറണ്ടെങ്കിൽ അമ്മ നിന്ന വേഷത്തിൽ തന്നെ അങ്ങ് വരും. തിരിച്ചും അതുപോലെ തന്നെയാണ്. എങ്ങനെ അധികം അങ്ങ് കയറാറില്ല. വല്ല അമ്പലങ്ങളിലെങ്ങാനും കയറുന്നെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ ആ വേഷത്തിൽ തന്നെ വന്ന് പൊന്നൂട്ടി കളിക്കുടുക്ക എടുക്കാൻ ഓടിയതാണ്. 2 ആഴ്ചത്തെ പൊന്നൂട്ടിയുടെ കളിക്കുടുക്ക അവിടെ കാണും, അത് നോക്കാനായിട്ട് ഓടിയതാണ്. അതിനകത്ത് പടം വരയ്ക്കാനാണ്, അല്ലാതെ വായിക്കാനോ എഴുതാനോ ഉള്ള ഒരു താല്പര്യം കൊണ്ടൊന്നും അല്ല. അങ്ങനെ അവിടെ എനിക്കൊന്ന് കളിക്കുടുക്ക അവിടെ നിന്ന് കിടപ്പൂലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പർ സൈഡിലും കണ്ടായിരിക്കും അവന്മാർ കൊണ്ടിട്ടേക്കുന്നത്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ.
ഇനി ഒരു 2 ദിവസം ഫുള്ള് ബിസി ആയിരിക്കും. നല്ല ക്ലീനിങ്ങിന് നല്ല പണിയുണ്ട്. ഇവിടെ ഇപ്പോൾ കാറ്റില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കരിയിലൊക്കെ കുറച്ച് കുറവുണ്ട്. മറ്റത് കാറ്റുള്ള സമയമാണെങ്കിൽ ഒരാഴ്ച ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം മെത്ത വിരിച്ച പോലെ കിടക്കും. ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ല. ഇനി ഉണ്ണിക്കുട്ടൻ്റെ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. 2 ആഴ്ചയായി. സ്റ്റാർട്ടാവുമെന്ന് തന്നെ അറിയത്തില്ല. ഞാനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ബാഗ് എടുത്ത് വെച്ച് അമ്മ ഓരോന്നൊക്കെ ആയിട്ട് അകത്തുകൊണ്ട് വയ്ക്കുവാണ്. ഇനി അതൊക്കെ അതത് സ്ഥാനങ്ങളിൽ കൊണ്ട് വയ്ക്കണം. പിന്നെ ചെതലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശല്യം. പത്രം കിടക്കുന്നുണ്ട്. 2 ആഴ്ചത്തെ പത്രമാണ്. മഴയൊക്കെ പെയ്ത് നനഞ്ഞ് കാടൊക്കെ ആയി കേട്ടോ. മഴ പെയ്തുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഈ കാട് വരത്തില്ലായിരുന്നു. നമ്മുടെ ചെറിയൊക്കെ പഴുത്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ വർഷത്തെ നമ്മളെ വിഷുക്കണിയിൽ നമ്മുടെ സ്വന്തം ചെറിപ്പഴം ഉണ്ടായിരിക്കുന്നതാണ്. കുറേയൊക്കെ പോയി കേട്ടോ. കുറേയൊക്കെ കേടായൊക്കെ നിൽക്കുന്നു. മഴവെള്ളം വീണേൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇത് കഴിച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നി. എന്നാലും ഒത്തിരി ഉണ്ട്. നല്ലപോലെ കാടൊക്കെ കയറി. നമ്മുടെ ജാമ്പയും കുറേ നമ്മൾ പോയപ്പോൾ വിളഞ്ഞിട്ടില്ലായിരുന്നു. കുറേയൊക്കെ പഴുത്ത് തറയിൽ കിടക്കുന്നു. കുറേയൊക്കെ നിൽപ്പുണ്ട്. ജാമ്പയും കാണും നമ്മുടെ ഈ വർഷത്തെ വിഷുക്കണിക്ക്. അപ്പോൾ 2 ദിവസം ഞാൻ ഫുള്ള് ക്ലീനിങ്ങിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊണ്ട് തീർക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.